മെർലിനെ മെർലിനെ എന്താ? ഓ താൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ താൻ എൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്ക്. അന്ന് തന്നെ എന്താണ് ശരിക്കും സംഭവിച്ചത്? എടോ ഇങ്ങോട്ട് കേളടോ. അന്ന് ഒരു കുടിയൻ വന്ന് നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളെ അങ്ങേറെ വീടിൻ്റെ നടയിലിട്ട് തന്നെ തല്ലാണ്. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കണോ? അല്ല താൻ പറ, ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കണോ? ഞാൻ അതുകൊണ്ട് 2 എണ്ണം പൊട്ടിച്ച്. മാത്രമല്ല താൻ കേട്ടല്ലേ ഇങ്ങനെ സ്ത്രീകൾ എന്തൊക്കെ വൃത്തിയാണ് പറഞ്ഞത്. ആൾക്കാരെ തല്ലാൻ കേശുവിന് എന്തെങ്കിലും ഒരു അവസരം എപ്പോഴും കിട്ടുമല്ലോ. പിന്നെ താൻ പറഞ്ഞ കേട്ടതൊന്നും ഞാൻ ആൾക്കാരെ തല്ലാൻ വേണ്ടി അവസരം നോക്കി റോട്ടി ഇറങ്ങിക്കണം. കേശു ഒന്ന് നോക്കിയേ, നമ്മൾ രണ്ടുപേരും എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അതൊരു പ്രശ്നത്തിൽ അവസാനിക്കാറുള്ളൂ. അന്ന് തന്നെ ആ സ്കൂട്ടർ പിടിച്ചു വലിച്ച് ഞാൻ വീണില്ലേ? അപ്പൊ താൻ പറഞ്ഞു പറഞ്ഞത് ഞാൻ തന്റെ സ്കൂട്ടർ പിടിച്ചു വെച്ചാണ് താൻ വീണേന്ന്, അല്ലാതെ എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാത്തോണ്ടല്ല. എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാൻ പാടില്ലെന്നാ? അല്ല ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. മെർലിൻ നന്നായിട്ട് സ്കൂട്ടർ ഓടിക്കും, സൂപ്പറായിട്ട് ഓടിക്കും. അന്ന് തന്നെ വീണ് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അന്ന് തന്നെ കുടിയനെ ഇടിച്ച് താഴിട്ടു, എന്നിട്ട് ലാസ്റ്റ് ഒരു പട്ടികയൊക്കെ എടുത്ത് അടിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അന്ന് ആക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എല്ലാവരും കുടുങ്ങിയേനെ. താൻ വീണിരുന്നെങ്കിലോ, തനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, കുടിയൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, ലോ 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 എന്തൊരു ലോ 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 എന്ന് പറയണേ. എല്ലാം എനിക്ക് ലോ മാത്രമേ ഉള്ളൂ. താൻ ഉറച്ചേക്ക് ഫസ്റ്റ്. ഒന്നും പറ്റിയില്ലല്ലോ, സമാധാനിക്ക്. മെർലിനെ എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെനിക്കും അറിയാത്. തനിക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കും അറിയാം. അതെവിടെ താനിങ്ങനെ പേടിക്കണം എന്തിനും? എല്ലാ കാര്യത്തിനും ഇങ്ങനെ അറച്ചു നിൽക്കല്ലേ. കേശു, എൻ്റെ ഡാഡിനെ നിനക്ക് അറിയില്ലാത്തോണ്ടാ. എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം തൻ്റെ ഡാഡിയെ. ഒരൽ സഹിക്കോ അത്ര തന്നെ. കേശു, എൻ്റെ ഡാഡി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ചേട്ടാ ഞാൻ ഒന്നും പറയണില്ല. അപ്പൊ താൻ എന്താ പറഞ്ഞു പറഞ്ഞ തൻ്റെ ഡാഡി? ഡാഡി എതിർത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾ നല്ല സ്ട്രിക്റ്റാ. ബിസിനസ് കാര്യങ്ങളൊന്നും ആൾ ഒരു വിട്ടുവീഴ്ച വരത്തില്ല. ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ. എടോ തനിക്കും തൻ്റെ ഡാഡിക്കും ഒരു വലിയ വിചാരമുണ്ട്. താനൊക്കെ എന്തോ വലിയ കൊമ്പത്തെയാണെന്ന്. അങ്ങനെ കുടുംബ പേരും കുടുംബ മഹിമയൊക്കെ പറയാനാണെങ്കിൽ നമ്മളും അത്ര മോശമൊന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ കുടുംബം, അമ്മയുടെ കുടുംബം സൂപ്പർ കുടുംബമാണ്. അമ്മൂമ്മയുടെ കുടുംബം ഹരിപ്പാടെ പേര് കേട്ട വലിയ കുടുംബം തന്നെ. അത് പണ്ട് ആനയൊക്കെ ഉണ്ടായിരുന്നു, ആന അമ്പാരിയൊക്കെ ഉണ്ടായിരുന്ന കുടുംബമാണ്. 2 ആന ഉണ്ടായിരുന്നു. മുറ്റത്ത് ഇങ്ങനെ നരഞ്ഞേക്കും. പിന്നെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് കൊടുത്ത് കേട്ടാ. അതുകൊണ്ട് അങ്ങനെ താൻ കുടുംബപ്പേര് പറഞ്ഞ് വച്ചാക്കണ്ട. അങ്ങനെയാണെങ്കിൽ താൻ എനിക്കും കൊച്ചായി പോകണം. എൻ്റെ ഡാഡിയെ പരിഹസിക്കാൻ കേശുവിന് ഭയങ്കര ഇഷ്ടമല്ലേ? പിന്നെ തൻ്റെ ഡാഡിയെ പരിഹസിക്കില്ലല്ലേ എനിക്കിപ്പോൾ. ഇയാളെന്ന് ഇങ്ങനെ നോക്കി പോകുന്ന? അയ്യോ, ഡാഡി വെച്ചോലെ ഫയ്യോ ആയിരിക്കോ? പിന്നെ തന്റെ ഡാഡി വലിയ ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന ആളാണല്ലോ, ഡിറ്റക്റ്റീവ് വിൻസെന്റ് തോമസ്. അല്ലാതെ പിന്നെ എടോ പറയണെങ്കിൽ ഒരു മയമൊക്കെ ഉണ്ട്. താൻ ഡാഡി മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ പറയൂലേ? നമ്മൾ സാധാരണക്കാരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് സ്വത്തും മുതലൊക്കെ ഉണ്ട്. ഏറ്റിങ്ങരയിലും പടവലത്തും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒന്നും ഇതുവരെയായിട്ട് മേടിച്ചിട്ടില്ല, ഇനി മേടിക്കുമെന്നും തോന്നുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ആ കിട്ടണ കാശ് കൊണ്ട് ചിലവാക്കി ജീവിക്കുന്നവരാണ് കേട്ടാ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ല പേടിയാ. തനിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഞാൻ പോട്ടെ. ഓ ചെല്ലിപ്പോ. താ എങ്ങോട്ടാന്ന് വെച്ചപ്പോ ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെയാണ് തന്നോട് ഇങ്ങനെ എത്ര തവണ പറഞ്ഞേ. ഞാനാരെ അങ്ങോട്ട് പോയി അടിക്കാനൊന്നും പോകാറില്ല. പിന്നെ ഇങ്ങോട്ടൊരു അടി വന്നു കഴിഞ്ഞാൽ വിടാറുമില്ല. സ്നേഹിക്കാനാണെങ്കിൽ സ്നേഹിക്കും, വെറുക്കാനാണെങ്കിൽ വെറുക്കും. ദേഷ്യം വന്നാൽ അങ്ങ് എക്സ്ട്രീം, സന്തോഷമാണെങ്കിലും അങ്ങ്. ചുരുക്കം പറഞ്ഞാലേ എൻ്റെ അച്ഛൻ പറയും പോലെ ഞാൻ ഒരു പച്ചയായ മനുഷ്യനാണ്. ഞാൻ പോട്ടെ. ബാഗ് ബാഗ് ബാഗ്. പിന്നെ മറ്റേ നാളെ കമ്പൈൻ സ്റ്റഡിക്ക് ഞാൻ പറഞ്ഞോളെ വരണേ. നോട്ട് എടുക്കണേ, മറക്കല്ലേ.
അമ്മയ്ക്ക് വയ്യെങ്കിൽ എന്റെ എത്താ ഞാൻ ചെയ്യാം. വേണ്ട വേണ്ട, ഇപ്പൊ മക്കൾ ഇതൊന്നും ചെയ്യണ്ട. ഇപ്പൊ പഠിക്കേണ്ട പ്രായമല്ലേ? ആണോ? ഇപ്പൊ മക്കൾ ഒന്നും ചെയ്യണ്ട കേട്ടോ. സമയമാവുമ്പം അമ്മൂമ്മ പറഞ്ഞു തരാം കേട്ടോ. അന്നേരം എന്റെ പൊന്നുമോൻ ചെയ്താൽ മതി. എന്താ പഠിക്കണം നാം ഓരോന്നായി? എന്തുവരുന്ന അമ്മൂമ്മ? പഠിക്കണം നാം ഓരോന്നായി ബാല്യം തൊട്ട് നിരന്തരം, പഠിത്തം മതിയാക്കിയിടാം പ്രാണം മേനി വിടുന്നേരം. വല്ലോ മനസ്സിലായോ? മനസ്സിലായി. ഡാഡി ഡാഡി വേണ്ട ഡാഡി. ഡാഡി നിക്ക്. ഇന്ന് മിക്കവാറും പ്രാണം മേനി വിടും. നിങ്ങൾ എന്റെ ഫാമിലിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? താനാരാ? ഈ മോളെ അറിയോ? ഈ മോളുടെ ഡാഡിയാ ഞാൻ. ആണോ? ഈ കൊച്ചല്ലയോ അന്ന് എന്റെ കേശുവിനെ തല്ലിയത്? അതെ, ഇവളെന്നെയാ തല്ലിയത്. തല്ലും, ഇനിയും തല്ലും. ഇനിയും തല്ലുന്നോ? അവളോട് മോശമായി ബിഹേവ് ചെയ്ത് ഇനിയും തല്ലുന്ന്. അമ്മമ്മ, അവര് തമ്മിൽ സ്നേഹത്തിലും വഴക്കിലും ആവും. അവര് തമ്മിൽ ലവ്വല്ലേ? ലവ്വാ? മെർലിൻ, ഈ കൊച്ചെന്നാ പറയുന്നത്? അതെ, ഇവളെ മനസ്സ് മാറ്റുന്നത് അവന്റെ ഇപ്പോഴത്തെ ജോലി. മനസ്സിളക്കുന്ന ജോലിയോ? അതെന്ത് ജോലിയാണാവോ? അതെ, എനിക്ക് ഇതുപോലെ സംസാരിച്ചിട്ട് ശീലമില്ല. എനിക്ക് ബിസിനസ് ഭാഷ അറിയൂ. സോ പ്ലീസ് അവനോട് ഇവളെ ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ മതി. എനിക്കേ നല്ല നാടൻ ഭാഷയിലേ സംസാരിച്ച് ശീലമുള്ളൂ. താൻ തന്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കണോ? എൻ്റെ മോളല്ല, ഇവിടുത്തെ ചെക്കനാ ശരിയല്ലാത്തത്. ഞാൻ അന്വേഷിച്ചായിരുന്നു. ഈ നാട് നീളം നടന്ന് അവൻ തല്ലുണ്ടാക്കലല്ല അവൻ്റെ ജോലി. അവൻ മാത്രമല്ല, അവൻ്റെ അച്ഛനും. അതെ, നിങ്ങളെക്കുറിച്ച് ഒരു തെമ്മാടി ഫാമിലിയുടെ പരിവേഷമാണ് ഉള്ളത്. ഓരോടോ തെമ്മാടി, ഓരോടോ തെമ്മാടി. എന്താ പ്രശ്നം? നമ്മളെ തെമ്മാടി ഫാമിലി ആണെന്ന് ഇയാൾ പറയുന്നു. തെമ്മാടി ഫാമിലി വീട്ടിൽ കയറുന്ന തോന്നി മാസം പറയുന്ന. ചേച്ചി പ്ലീസ് പ്ലീസ് പ്രശ്നം ഉണ്ടാക്കല്ലേ. പ്രശ്നം ഉണ്ടാക്കല്ലേ? പ്ലീസ് പ്ലീസ് ഡാഡി എന്തൊക്കെയോ പറയുന്നത്. വാ ഡാഡി നമുക്ക് പോവാം. ഈ എന്തിന് ഇവരോട് റിക്വസ്റ്റ് ചെയ്യണേ? They are local family. Just ignore them. Oh, English. What did you say? Who the hell are you to say like this? If you ever repeat this again, we'll definitely kick off your back. അല്ല പിന്നെ. അയ്യേ എങ്ങള് ചമ്മി. കണ്ടോ ഇവർക്കേ എല്ലാരും തല്ലാനും കളിയാക്കാനേ അറിയത്തുള്ളൂ. നീ എന്തിനാ ഇവരായിട്ട് ഇങ്ങനെ അടുപ്പം കാണിക്കുന്നേ? മനസ്സിലായി? എനിക്ക് മനസ്സിലായി. നിങ്ങള് ബ്ലാക്ക് മാജിക് കാണിച്ചിട്ടാ ഇവിടെ മനസ്സ് മാറ്റുന്നത്. ബ്ലാക്ക് മാജിക് അതെന്തോന്നാ? അമ്മൂമ്മ കൂടോത്രക്കാരിയാണെന്ന്. കൂടോത്രം ചെയ്ത് മനസ്സ് മാറ്റാൻ തന്റെ മോളെന്ത് രാജകുമാരിയോ? രാജകുമാരിയാ. ഞാൻ അവളെ രാജകുമാരിയായിട്ട് തന്നെയാ വാക്കുന്നത്. അതെ, ഷീസ് മൈ പ്രിൻസസ്. ക്ഷമിക്കണേ രാജാവേ. മെർലി രാജകുമാരി ഭവതിയുടെ കൊട്ടാരത്തിൽ ഞങ്ങളെയും കൂടെ ഒന്ന് കൊണ്ടുപോവോ? കണ്ടോ അവര് കളിയാക്കാന്ന് തോന്നുന്നത്. അതുപോലും മനസ്സിലായില്ല. ചേട്ടാ പോവാൻ നോക്ക്. നേരത്തെ കുറച്ച് ഇംഗ്ലീഷിലെ അമേരിക്കൻ ആക്സന്റ് ഒക്കെ പിടിച്ച് സംസാരിച്ചെന്നേ ഉള്ളൂ. ഞാൻ വാ തുറന്നാൽ നല്ലതായിട്ട് പറയും. പിന്നെ അതും കേട്ട് ചേട്ടാ ഇവിടെ നോടേണ്ടി വരും. എന്റെ പൊന്നു മെർലിനെ, 10-22 വയസ്സില്ലേ? തനിക്കെങ്കിലും കുറച്ച് ബോധം ഇവരുണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഒരു കാര്യം ചെയ്, രാജാവും രാജകുമാരിയും കൂടെ നൈസായിട്ട് ആ റോട്ടിലോട്ടൊക്കെ ഇറങ്ങുക. അവിടെ പാവപ്പെട്ട കുറെ പ്രജകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഒന്ന് സോഷ്യലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ കുറച്ച് ബോധവും വിവരവും വിവേകവും ഒക്കെ ഉണ്ടാവും. ആദ്യം ഈ രാജാവിനെയും കൂട്ടി മാർക്കറ്റിൽ പോ, അല്ലെങ്കിൽ പിന്നെ ബസ് സ്റ്റാൻഡിൽ പോ. എപ്പോഴും ഏസിക്കാത്തിരിക്കണോണ്ട് തല മരവിച്ചാണ്. കുറച്ച് വെയിൽ കൊണ്ട് അത് ഓക്കെ ആയിക്കോളും കേട്ടോ. തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുപോകണം. അപ്പൊ കുറെ ആൾക്കാരെ ഒരുമിച്ച് കാണാൻ പറ്റും. ആദ്യം കുറച്ച് വിറയിലൊക്കെ കാണാം, പിന്നെ ഓക്കെ. അത് ശരിയാണ്. ഈ ആൾക്കൂട്ടത്തിനെ കാണുമ്പോഴേ കുറച്ച് പാനിക്കാവും. കൂടെ ഒരാളിനെ കൂടെ കൊണ്ടുപോകണം നല്ലതായിരിക്കും. അപ്പോഴേ ഓടുമ്പോഴേ പിടിച്ചിറത്താൻ പറ്റും. ചേച്ചി പ്ലീസ് മതി. ഡാഡി വാ നമുക്ക് പോവാം. ഇനി വെറുതെ വഴക്കുണ്ടാക്കല്ലേ. പിന്നെ ഡാഡി വിചാരിക്കുന്ന പോലെ ഇവരത്ര മോശക്കാരൊന്നും അല്ല, നല്ല ആൾക്കാരാ. കേശുവിന്റെ കാര്യമാണെങ്കിൽ കേശുവിന്റെ ഫ്രണ്ടാ. നോ, നീ ഇവരായിട്ട് അടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഹേറ്റ് ദീസ് പീപ്പിൾ. ബട്ട് വി ലവ് യു മെർലിൻ. ഡാഡി വന്നേ. ഇതന്നെ ഞാൻ പറയുന്നത്. അതല്ലേ ഞാൻ പറയുന്നത്. ഇടയ്ക്കൊക്കെ വരണേ. ഇയാളെന്ത് മനുഷ്യൻ ലച്ചു, സൈക്കോ ആണെന്നാണ് തോന്നുന്നു. അല്ലേ, ഇന്നിപ്പോ വന്ന് പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം എന്താണാവോ? സാധനം തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. എന്തായാലും കേശു ചെന്ന് കേറി കൊടുത്ത സ്ഥലം കൊള്ളാം. പാവോടാ, ആ ഒരു കണക്കിന് ശരിയാക്കാൻ നോക്കുമ്പോ അടുത്ത സൈഡിൽ കൂടെ അതങ്ങ് പൊളിയും. പക്ഷെ അവൻ വീണ്ടും പിടിച്ചു കയറും. എനിക്ക് തോന്നണേ നീ ശനി പിടികൂടിക്കാണോ അവര്. ആ വിൻസെന്റ് തോമസ് എന്ത് സാധനമുള്ളേ? അയാൾ ഇനിയും വരും, പ്രശ്നം ഉണ്ടാക്കും, എനിക്ക് ഉറപ്പാ. ഇത് നേരെ ചൊവ്വേ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കേശ് കള്ളനാണ്ടാ. അവരിവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് കറക്റ്റ് സമയമായപ്പോഴേക്കും മുങ്ങി. ആ അങ്കിളിനെ കാണാൻ നല്ല രസമാട്ടോ. പിന്നെ ആ അങ്കിളിന് ദേഷ്യം കാണിക്കുമെങ്കിലും
മനസ്സിന് നല്ല പേടിയുണ്ട്. എന്തായാലും കൊള്ളാം. എന്റെ ലച്ചുവേ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവരുടെ ബന്ധം ഇങ്ങനെ തുടരുകയാണെങ്കിലേ എന്തായാലും ഇത് കല്യാണം ചെന്ന് അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ ആരമ്മാവൻ? വിൻസെന്റ് തോമസ്. ഈ കേശുവിന്റെ കട്ടയും പടവും പൊളി. ലച്ചേച്ചി ആ മോൻ വാ, ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ? എവിടെ മുങ്ങിയതടാ നീ? വിൻസെന്റ് തോമസ് വന്നപ്പോ പേടിച്ചു. പേടിച്ചു പോയി. കേശുവേ, എന്തായാലും മോൻ അടുക്കള നേരം നിൽക്കുന്നതായിരിക്കും നല്ലത്. പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. ചേച്ചി ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല ബാക്കി മാറിയുന്നത്. ഞാൻ വേറെ നിന്നു എന്നുള്ളത് സത്യം തന്നെ. അത് സംഭവം വേറെ ഒന്നുമല്ല. ഞാൻ വല്ലതും അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പറയണ ചിലതൊന്നും എനിക്ക് പിടിക്കില്ല. ഞാൻ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടാൻ കയറും. ചേട്ടന് പറ്റിയ ടീം. ലച്ചുവേ, ഈ കൃഷി സാഹിത്യമൊക്കെ ആയിട്ടേ പടവിലത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ച കേശു മെർലിനുമായിട്ട് ബന്ധമായി ഇനി കല്യാണം ആവുമല്ലോ. അപ്പൊ അങ്ങേരെ മരുമാനായിട്ട് പോയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കോട്ടും സൂട്ടുകൊണ്ട് ജീവിക്കേണ്ടി വരും. ആലോചിക്കുമ്പോഴേ ചിരി പറഞ്ഞു. പൈസ കൊടുത്ത് മേടിച്ച മരുമോൻ. കറക്റ്റ്. ചേട്ടനൊരു അടിമയെ പോലെ വിൻസെന്റ് തോമസിന്റെ കൂടെ നടക്കേണ്ടി വരും. എല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കണം അല്ലേ? കൊള്ളാല്ല. അങ്ങേരാണെങ്കിൽ എന്ത് പറഞ്ഞാലും നന്നാകത്തൊരു മനുഷ്യന്. എന്റെ അഭിപ്രായത്തിലേ ചേട്ടൻ ബ്രേക്കപ്പ് ആവുന്നതാണ് നല്ലത്. ചേട്ടൻ ബ്രേക്കപ്പ് ആവുന്നതാണ് നല്ലത്. എന്റെ കേശു, നിന്റെ മനസ്സ് കൈവിട്ടു പോയടാ. അമ്മായി വായമച്ചന്റെ ഉണ്ടായി. ആഹാ, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? എടാ എവിടുന്ന് കിട്ടിയടാ ഇതുപോലുള്ള ആൾക്കാരെ? എടാ മോനെ, നിനക്ക് ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാതിരുന്നൂടായോ? അമ്മൂമ്മ ഇനി അമ്മൂമ്മ പറയണേ കൂടെ കേൾക്കാനുള്ള ത്രാണി എനിക്കില്ല. ഞാൻ പോകണം. ഞാൻ അവിടെ ഇതുപോലുള്ള ആൾക്കാരെ പെൺപിള്ളാരെയും വിളിച്ചോണ്ട് വീട്ടിൽ വന്നാൽ എന്തോ ചെയ്യും? അല്ല ലച്ചു, അവർ ശരിക്കും കൂട്ടുകാർ തന്നെ അല്ലയോ? അല്ലയോന്നൊക്കെ ചോദിച്ചാ ചെലപ്പോ ആയിരിക്കും. അപ്പൊ എന്തോ നിനക്കറിയത്തില്ലയോ? എന്റെ അമ്മൂമ്മ അവൻ ഇത്ര നേരം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ? അമ്മൂമ്മ കണ്ടല്ലേ അവനെ? അന്നേരം ചോദിക്കാൻ പാടില്ലായിരുന്നോ? നീ എന്തോ ഇങ്ങനൊക്കെ പറയുന്നേ? ഗൗരി എന്തോ ഇങ്ങനൊക്കെ പറയുന്നേ? എനിക്കറിഞ്ഞൂടാ. നേരത്തെ എന്നെ കല്ല് കളിക്കാൻ വിളിച്ചായിരുന്നു. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അല്ല, എനിക്കെന്തോ കാര്യം എന്തോന്ന് എനിക്കറിയണ്ടായോ? ലച്ചു, ഹോട്ടലിൽ നിന്നേ ആ ഉണ്ണിക്കുട്ടൻ വിളിച്ചിരുന്നു. അവിടെ എന്തോ പ്രശ്നമൊന്നും. ആ കുഞ്ഞാക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം. എനിക്കൊന്ന് വിളിക്കണം, ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്തിനാ വിളിക്കണം? നമുക്ക് ഹോട്ടലിൽ പോയിട്ട് വരാം. അത് വൈകുന്നേരം നമുക്ക് പോവാം. എന്നാലും ഒന്ന് വിളിച്ചു ചോദിക്കണമല്ലോ. അതല്ല എന്റെ ശരി. അല്ല, കാര്യം എന്തോന്ന് പറഞ്ഞിട്ട് പോ. അമ്മ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ലച്ചുനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എല്ലാം അറിയാം. ലച്ചു ഒന്ന് പറഞ്ഞു. മക്കളെ ലച്ചു, എന്തോ മോളെ, എന്തോന്ന് കാര്യം ഒന്ന് പറ മക്കളെ. അമ്മായി, അയ്യോ അയ്യോ, കല്ല് അവിടെ. ഞാനൊന്നും വരണ്ട. പിന്നെ എനിക്ക് നിന്റെ കൂടെ വന്ന് കളിക്കണല്ലേ പണി. ഇത് പോണ്ട, ഞാനൊന്നും വരൂല. ഇല്ല ഇല്ലെന്ന് ഇല്ല. ഇല്ലടി. കളിക്കാൻ പറ്റൂല. ചേട്ടനിപ്പോ വലിയ കാര്യങ്ങളിലാണല്ലോ ചിന്ത. എനിക്ക് വലിയ കാര്യങ്ങളാണ് ചിന്ത. അതുപോലെ അവള് പറഞ്ഞു ഇല്ല ഞാൻ വരൂല. എടി ഇതിനെ പിടിച്ചോട്ട് പോടൂ. ഞാൻ വരൂല. കല്ലുവാ, നമുക്കേ വേറെ എവിടെയെങ്കിലും പോയി കളിക്കാം. എക്സ്ക്യൂസ് മീ. പാറമടയിൽ പോയി കളിച്ചാ നോക്കിയിരിക്കത്തുള്ളൂ. രണ്ടെണ്ണോ കോമ്പൗണ്ടിന് പുറത്തിറങ്ങി നോക്ക്. കാലവരെ അടിക്കും ഞാൻ. അല്ലെങ്കിൽ തൊലി പിടിച്ച് കുത്തുമുളകും തേക്കും കേട്ടല്ലേ. കല്ലുവാ, നമുക്ക് പോയി കളിക്കാം. കൊണ്ടുപോടേ ഇതിനെ കൊണ്ടുപോ. പാറമട പിന്നെ കൊണ്ടുപോവാൻ പോടി. റൂമിനകത്ത് കയറിപ്പോലും പോ. കൊച്ചിനെ നോക്കിക്കോടെ കളിക്കാൻ പോകുമ്പോ. നീ ഇരിക്കാന് മനുഷ്യ ഇവിടെ സ്വസ്ഥമായിട്ട് കിടക്കണ്. അവിടെ തന്നെ വന്ന് കിടക്കണം. അവിടെ എവിടെയെങ്കിലും പോയി കിടന്നൂടെ? സൗകര്യമില്ല. എന്താ സൗകര്യം? അങ്ങോട്ട് പോയാച്ചി പ്രാന്തർത്തിരിക്കണു. ഒന്നും പോകാനൊന്നും പറ്റൂല. കൊച്ചു നല്ല കൂടെ ഇറങ്ങിക്കണം എന്നെ കൊല്ലാനായിട്ട്. എന്താന്ന് ഒന്ന് പോയി തരുവോ? ശല്യം അങ്ങനെ. ചേട്ടനോട് എന്തായിരുന്നു പരിപാടി? ഞാൻ കണ്ട പെൺപിള്ളേരുടെ തേപ്പും കിട്ടി നിരാശ കാമുകനെ പോലെ കട്ടില് കയറി കിടക്കുവായിരുന്നല്ലേ? എന്താ മുത്തേ? കേശുമാമൻ അമ്മയായിട്ട് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുക. 5 മിനിറ്റ് ഇപ്പൊ വരൂ കേട്ടാ.
അതിനുണ്ടല്ലോ ഞാൻ വല്ല കുപ്പിക്കത്തൊട്ടി ഞാൻ ചോദിച്ചിന് മറുപടി പറയടാ നീ. ചേച്ചി ചോദിച്ചത് എന്തിനു മറുപടി എന്ത് എന്തെന്ന് എന്ത് എന്ത് ആ മെറിന് എന്തിന്റെ കുഴപ്പമാണ്? മെറിലിന് എന്തിനു കുഴപ്പമൊന്ന്? ആ കൊച്ചിന് ഇത്ര നാൾ ഒരു കുഴപ്പമില്ല, ഇപ്പൊ ഭയങ്കര ഷോ ആണല്ലോ. ഇനി ഡാഡി മോളും കൂടെ ഇവിടെ കൊണ്ട് വന്നാണ്ടല്ലോ എന്റെ വാരിക്കണ കേൾക്കും, നല്ല കൊള്ളുകയും ചെയ്യും. എന്തൊരു കൊള്ളു? ആര് കൊള്ളു? എന്നാ എനിക്കൊന്ന് കാണണമല്ലോ അത്. ആ കാണിച്ചു തരാം ഞാൻ. എന്തോന്ന് കാണിച്ചു തരാന്ന്? എന്ത് എന്ത് കൊള്ളുന്ന്? നല്ല അടി കൊള്ളൂന്നാ ഞാൻ പറഞ്ഞു തരണേ. ആരടിക്കും? അടിക്കണം, എനിക്കൊന്ന് കാണണമല്ലോ. ആരും അടിക്കൂന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അമ്മായിനെ പറഞ്ഞ് സെറ്റ് ചെയ്യും. അമ്മായിനെ പറഞ്ഞ് സെറ്റ് ചെയ്യും. നോക്കിയിരിക്കത്തേ ഉള്ളു. ഓര് നോക്കിയിരിക്കണം. നിനക്കറിയാലോ മെറിലിനെ കഴുത്തിന് കുകയെ പിടിച്ച് ഏറി കയറ്റിയത് ഓർമ്മയുണ്ടോ? അതന്ന്. അത് ഇനി നടക്കൂല. ഇനി ആ പരിപാടി നടക്കൂല. ചേച്ചി എന്തിനാ ചേച്ചി പറയണ? കൂടുതൽ കളിച്ചാ ഞാൻ തൂക്കിയെടുത്തോടിക്കും ഞാൻ. ആരോ എടുക്കണം, ആരോ എടുക്കണം. ആളെ കൊല്ലാൻ നോക്കണം. അങ്ങനെ അടിക്കല്. ചെറുക്ക, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. നാണോ ഇല്ലാതെ വീണ്ടും വീണ്ടും നീ അവളുടെ അടുത്ത് പോകുന്നതുകൊണ്ടാണ് അവൾക്ക് നിന്നെ ഒരു വിലയില്ലാത്തത്. ഇനി മേല കരകൊണ്ട് അവളെ പുറകെ പോയേക്കരുത്, കേട്ടല്ലോ. എല്ലാത്തിനും കൂടെ നിന്നിട്ട് ഒരുമാതിരി വർത്താനം പറഞ്ഞോണ്ടല്ലോ ഞാൻ. മര്യാദക്ക് കിടന്നോളണം അവിടെ. അമ്മ എന്തിനാ എന്റെ കയറി വന്ന്? എന്തൊരു ബഹളം ഇവിടെ. വീടാകുമ്പോ ബഹളവും അടി ഇടിയൊക്കെ ഉണ്ടാവുമല്ലോ അമ്മൂമ്മേ. സ്വാഭാവികം. നിങ്ങൾ പൊടിപ്പിള്ളാരാ ഇങ്ങനെ കിടന്ന് അടികൂടാൻ? പൊടിപ്പിള്ളേരാണോ എന്നൊക്കെ ചോദിച്ച സാഹചര്യം അനുസരിച്ച് ഇപ്പൊ നമ്മൾ പൊടിപ്പിള്ളേരെക്കാളും കഷ്ടമാണ്. കളിച്ചേ കളി കാര്യാവല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല അമ്മൂമ്മ. അമ്മൂമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട്? അമ്മൂമ്മക്ക് അടുക്കള വേറെ പേലിയും കൂലൊന്നും. എന്റെ ജോലി ഞാൻ ചെയ്തോളാം, മോൻ ചെയ്യണ്ട കേട്ടോ. അമ്മയ്ക്ക് എന്തോ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? കേശു ക്ലാരിഫൈ ചെയ്ത് തരും. കേശു ഒന്ന് ക്ലാരിഫൈ ചെയ്ത് വിടുക. വാ നമുക്ക് ജോലിയുണ്ട്. ഞാൻ അടുക്കളയിലെ പടി തീർത്തിട്ട് വരാവേ. ആരാ? അല്ല എന്ത് മക്കളെ ഇങ്ങോട്ട് ഇരുന്നേ. മോൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങോട്ട് നീങ്ങിരിയടാ. മോന്റെ ഒരു ഫ്രണ്ട് ഇല്ലയോ? ചീനു അല്ല. കുമാരനാ? ചീനും കുമാറും ഒന്നും അല്ല. എടാ വേറൊരു ഫ്രണ്ട് വന്നില്ലയോ? ഏത്? ഓ ഹേമയോ? അല്ലേ ഹേമയല്ല. എടാ അല്ല. നേരത്തെ ഇവിടെ വന്നില്ലായിരുന്നോ? ഒരു അച്ഛനും മോളും കൂടെ ഇവിടെ വന്നില്ലായിരുന്നോ? മെർലിൻ. എന്റെ പൊന്നി പിള്ളേർ അങ്ങോട്ട് നോക്ക്. പാറമട പോണ്. ഞാൻ പറഞ്ഞതാ ഈ പിള്ളേരെടുത്ത്. ചോ ഇടേ പാറു എന്തരടേ ഇത്? അല്ല അമ്മൂമ്മ, കൊച്ചുങ്ങളെ പാറമടയിലേ. എന്താ യേശു വിളിച്ചേ? എന്താ വിളിച്ചേ? ഡാഡി ഉള്ളപ്പോഴാ താൻ വിളിച്ചേ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഡാഡി ഉള്ളപ്പോ വിളിക്കരുതെന്ന്. അണക്കണ ഓടിയോ ഒന്ന്? ഡാഡി പുറത്തേക്ക് ഇറങ്ങിയപ്പോ അതിന്റെ പുറകെ പോന്നാ. എന്താ കണ്ണെന്ന് പറഞ്ഞേ? താനും തന്റെ ഡാഡിയും കൂടെ നേരത്തെ വീട്ടിൽ വന്ന് ഘോരാഘോരം പ്രസംഗിച്ചല്ല. ഞാൻ വീട്ടിനകത്തുണ്ടായിരുന്നു. മനഃപൂർവ്വം പുറത്തിറങ്ങാൻ ഞാൻ. അതിനകത്തുണ്ടായിരുന്നോ? എന്നിട്ടാ പുറത്തേക്ക് വരാതിരുന്നേ? എന്താ പേടിച്ചിട്ടാ? പേടിച്ചിട്ട് തന്നെ. തൻ്റെ ഡാഡിയുടെ സംസാരം ചില സമയം എനിക്ക് പിടിക്കൂല. ചിലപ്പോൾ ഞാൻ വല്ലതും വിളിച്ചു പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്തെന്ന് വരും. അത് പേടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാഞ്ഞത്. ഞാൻ പോണ്. എന്തിനാ എവിടെ പോണെന്നില്ലേ? എന്തിനാ വിളിച്ചു വരുത്തിയപ്പോൾ ടക്കനെ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് ഡാഡി എച്ച് സ്പൈ ആയിരിക്കുന്നു. അപ്പൊ താന്നെ കളിയാക്കി. അത് ഡാഡി എച്ച് സ്പൈ തന്നെയായിരുന്നു. ഡാഡി ബിസിനസ് ഗെയിം ഡീലൊക്കെ നടത്തില്ലേ, അതിന് മുന്നേ ഇതുപോലെ കാര്യങ്ങൾ അറിയാൻ സ്പൈകൾ അയക്കാറുണ്ട്. സ്പൈയാ? അപ്പൊ അതുള്ളായിരുന്നല്ലേ? ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് സംസാരം? ഇപ്പൊ ഇതന്നെ ആരെങ്കിലും നിന്ന് കാണുന്നുണ്ട്. ഡാഡി അല്ലേ? അവരല്ലായിരുന്നു അത്? അപ്പൊ അവരെവിടേക്ക് പോയി? അവരെവിടെ പോയപ്പോ? അമ്മൂമ്മ എന്ത് പരിപ്പ് മേടിക്കാനാ പറഞ്ഞു? തൂരപ്പരിപ്പാ? വടപ്പരിപ്പ്. രണ്ടൊന്നല്ലേ? അല്ലല്ലേ. നമ്മൾ നേരെ ചെന്നോട്ട് സൈക്കോടെ മുമ്പിലാണല്ലോ. മുഖത്ത് നോക്കണ്ട. ഹലോ, അതെ, മുഖത്ത് നോക്കാതെ പോവാണല്ലേ? കള്ളത്തരം കണ്ടാൽ എനിക്ക് മനസ്സിലാവും.
നിങ്ങൾ ആ രണ്ടുപേരെ ആ വീടിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചേക്കല്ലേ? അവരെ ഒന്ന് വിളിച്ച് ഇറക്കി വിട്ടെ. മെർലിനെ ഇറക്കി വിടാൻ. ഇറക്കി വിടാനാ? അപ്പൊ മെർലിൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാ? വാട്ട്? ഹാസ് യുവർ ഡോട്ടർ ലെഫ്റ്റ് യുവർ ഹോം? അതെ, അവള് മെർലിൻ എൻ്റെ മകളാ. വിൻസെന്റ് ഗോമസിന്റെ മകളാ. അങ്ങനെ ചെയ്യില്ല. ഓ, അപ്പം ഈ മെർലിൻ വിൻസെന്റ് ഗോമസിന്റെ മകളായിരിക്കൂല, അത് വേറെ വിൻസെന്റ് ഗോമസിന്റെ മകളായിരിക്കും. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. അതെ, നിങ്ങൾ കമ്പനിയിലെ സ്റ്റാഫിന്റെ അടുത്ത് ചൂടാവണ പോലെ ഇങ്ങോട്ട് വേണ്ട കേട്ടോ. എന്റെ വാ തുറന്നാൽ നിങ്ങൾ താങ്ങൂല. നിങ്ങൾക്കറിയോ, ഈ സൊസൈറ്റിയിലെ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ബിസിനസ്സുകാർക്കിടയിലെ ഒരു ചർച്ചാ വിഷയമാണ് ഈ വിൻസെന്റ് ഗോമസ്. അവരവിടെ ഇരുന്ന് ചർച്ച ചെയ്തോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? ഞങ്ങളുടെ മെർലിനൊന്നും വീട്ടിലില്ല. ഞങ്ങൾ രണ്ടുപേർ പാല് മേടിക്കാൻ വേണ്ടി ആ കടയിലോട്ട് ഇറങ്ങിയതാ. പിന്നെ നിങ്ങളായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ ഞങ്ങൾ എന്തിനാ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം? നിങ്ങളോട് സംസാരിച്ച് കളയാൻ എൻ്റെ കയ്യിൽ സമയമില്ല. എൻ്റെ സമയത്തിന് വിലയുണ്ട്, മനസ്സിലായോ? അതെ, എൻ്റെ മോളെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ? അവളെ ഒന്ന് മോചിപ്പിച്ച് തരാൻ ഞാൻ എത്ര പൈസ തരണം? എത്ര രൂപ വേണം? എന്റെ ലച്ചു ഇയാളുടെ തലയ്ക്ക് ഓളമാണ് രൂപ തരാന്നൊക്കെ. ചേട്ടാ, നിങ്ങൾ അതിൽ അത്രയും പൈസ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവളുടെ ഫോട്ടോ എടുത്തു വെച്ച് കുറച്ച് പോസ്റ്റ് അടിച്ചിറക്ക്. എൻ്റെ മോളെ കാണാനില്ല, കണ്ടുപിടിച്ച് തരുന്നവർക്ക് കുറച്ച് പാരിതോഷികം തരാന്നൊക്കെ പറഞ്ഞ്. അല്ല, നിങ്ങൾ സീരിയസ് ആയിട്ടാണോ കളിയാക്കുകയാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അത് തമാശയ്ക്ക് പറഞ്ഞതാണോ സീരിയസ് ആയിട്ട് പറയുന്നതാണോ എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതെനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്നെ കളിയാക്കിയതാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമായിട്ടും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, തമാശയ്ക്ക് പറഞ്ഞല്ല. ആക്കിയതാണ്. നിങ്ങൾക്കറിയോ, എൻ്റെ ശത്രുക്കളെ നിലംപരിശാക്കി കളഞ്ഞിട്ടുള്ളതാ ഈ വിൻസെന്റ് ഗോമസ്. കുടുംബത്തോടെ ഞാൻ ശരിയാക്കി കളയും. ഞാൻ ആണോ? ശരിപ്പെടുത്തി കളയോ? എന്നാ ചേട്ടാ ശരിപ്പെടുത്തിട്ട് പോയാ മതി. ചേട്ടൻ ശരിപ്പെടുത്തുന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അതിനേക്കാളും മുന്നേ ഞങ്ങൾ അതങ്ങ് ചെയ്യും. എടി കൊച്ചേ, നീ ആരോട് സംസാരിക്കണേന്ന് അറിയോ? വേറെ ആരെയും വിളിച്ചാൽ മതി ചേട്ടാ. വാസിയണ്ണ പ്രശ്നം രൂക്ഷമായിട്ട് പറഞ്ഞുണ്ടായിരുന്നുള്ളൂ, അതിനുണ്ട് അണ്ണ അഡ്വാൻസ് ചെയ്തു. അതെ, അടിയേ പ്രതീക്ഷിച്ചതിൽ കുറച്ച് പെട്ടതായി പോയി. ഗുണ്ടകളെ സെറ്റാക്കി വെച്ചിരിക്കുക അല്ലേ? ഞാൻ പോലീസിൽ ഞാൻ പെറ്റീഷൻ കൊടുക്കും, നോക്കിക്കോ. ഇത് ബാസി, ഈ ലൈനിൽ വാടകയ്ക്കാണ് താമസം. സ്വദേശം ട്രിവാൻഡ്രം, പ്രാവശ്യമ്പലത്ത്. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഭാര്യ സിംഗപ്പൂരാണ്. ഞാൻ ഇവരെ മാമനാണ്. മാമൻ എന്ന് പറയുമ്പോ അമ്മയുടെ സഹോദരൻ. പക്ഷെ ഇത് ആ ബന്ധമല്ല കേട്ടാ. നമ്മൾ ഈ വീടിന്റെ അടുത്തുള്ള അംഗന്മാരൊക്കെ മാമാന്നൊക്കെ വിളിച്ച് ശീലിക്കില്ലേ? ഞാൻ അങ്ങനെ വിളിച്ച് ശീലിച്ചതാ. ലച്ചു, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ബാസി, ട്രിവാൻഡ്രം. വടിവാള് ബാസി എന്നവിടെ പേരുണ്ട്. കാണിച്ചു തരാം ഞാൻ. ലച്ചുവേ, നീ എന്റെ ഹിസ്റ്ററി മുഴുവൻ പറഞ്ഞു കൊടുത്തല്ലേ? ഈ ഒളിച്ച് താമസിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ തിരുവല്ലയ്ക്ക് പോയാൽ മതി, പുഷ്പലത ആന്റിയുടെ വീട്ടിലോട്ടെ. മറ്റൊടത്ത് പോകാൻ പറ്റില്ല. ഞാൻ അതല്ല ആലോചിക്കണത്. എന്തായാലും ഒരു അടി കൊടുത്തു, ഒരെണ്ണം കൂടെ കൊടുക്കായിരുന്നു. നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടപ്പോ ഞാൻ ആവേശത്തിൽ ഇടപെട്ടാണ്. അതാ പറഞ്ഞ നിങ്ങൾക്ക് എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാൻ മറ്റേ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവളുടെ ഡാഡി വന്ന് ഉയരും കൊണ്ട് ഞങ്ങൾ പേടിച്ചോടി ചെയ്തു. അങ്ങനെ ഒരു മാതിരി മിസൈൽ വിട്ടോലാണ് വന്നത്. ആ മിസൈലിനാണ് അടിച്ച് ദിശ തിരിച്ചു വിട്ടു. അയ്യോ 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 എന്ന് വിളിക്കാറായിട്ടില്ല. ബാക്കി കൂടെ കേക്ക്. ആ അടിയില്ലേ ഡാഡിയുടെ പല്ലിറച്ച് പോയതാണ് തോന്നണം. വീട്ടിൽ പോയി നോക്ക്. എന്റെ ഡാഡി ഇനി മേലെ എന്നെ വിളിച്ചാലുണ്ടല്ലോ. എനിക്ക് മാത്രം ഇങ്ങനെ ഒരു കണക്കിനാണ് വെള്ളം അടുപ്പിച്ചോണ്ട് പറഞ്ഞു. അപ്പോഴത്തന്നെ ഒരു പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ഞാൻ ആലോചിക്കുന്ന വേറെ ഒന്നുമില്ല. ഞാൻ അടിച്ച ആളാരാണ്? അപ്പൊ ആളറിയാതാണ് അടിച്ചത്? അറിഞ്ഞൂടാ. ആളറിയാൻ പാടില്ല. ഇല്ല. അയാളാണ് ബിസിനസ് മാൻ വിൻസെന്റ് ഗോമസ്. അയ്യോ, അയാളാ ഞാൻ അടിച്ചത്. അയ്യോ, എന്തായാലും മാമൻ പെട്ട്. വിൻസെന്റ് ഗോമസ്. വിൻസെന്റ് ഗോമസ്. വിൻസെന്റ് ഗോമസ്. വേണമെങ്കിൽ മെറിലേന്ന് വിളിച്ച് പുറകെ ഓടിക്കോ. വിൻസെന്റ് സാറേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.